ഒഴിയ ബാധയായി വീണ്ടും കാരണഭൂതൻ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തരംഗമായിരുന്നില്ല, മറിച്ച് പിണറായി വിജയൻ വിരുദ്ധ തരംഗമാണ് ഉണ്ടായത്. UDFന് 102 സീറ്റുകൾ ലഭിച്ചത് കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രകടനം കൊണ്ടോ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശന്റെ എന്തെങ്കിലും തരത്തിലെ ഇടപെടൽ കൊണ്ടോ ആയിരുന്നില്ല ഈ 102 സീറ്റുകൾ ലഭിച്ചത്. മറിച്ച് പിണറായി വിജയനോടുള്ള കേരളീയരുടെ അങ്ങേയറ്റത്തെ വെറുപ്പാണ് UDFന് അനുകൂലമായത്. കോൺഗ്രസ് അനുകൂല തരംഗമുണ്ടായിരുന്നില്ല, UDF അനുകൂല തരംഗമുണ്ടായിരുന്നില്ല, മറിച്ച് പിണറായി വിരുദ്ധ തരംഗമായിരുന്നു കേരളത്തിലാകെ അലയടിച്ചത്. കോൺഗ്രസ്സുകാർ മാത്രമല്ല, CPMലെ അസ്വസ്ഥരായ അണപൊട്ടിയ അണികൾ ഒന്നു ചേർന്നുകൊണ്ട് പിണറായി വിജയന് എതിരായി വോട്ട് ചെയ്തത് കൊണ്ടാണ് UDFന് 102 സീറ്റുകൾ ലഭിച്ചത്. നമ്മൾ കരുതി പിണറായി വിജയൻ എന്ന ബാധ എന്നേക്കുമായി ഒഴിഞ്ഞുപോയി എന്ന്. എന്നാൽ അങ്ങനെ ആശ്വസിക്കാൻ വരട്ടെ, ഇതാ ഇടിയെ വെട്ടിയവന്റെ കാലിൽ പാമ്പ് കടിച്ചു എന്ന രീതിയിൽ പിണറായി വിജയൻ വീണ്ടും കേരളീയ ജനതയ്ക്ക് മേൽ വന്ന് വീഴുന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന CPIMന്റെ സംസ്ഥാന സമിതിയിൽ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. 81 വയസ്സിൽ ഇപ്പോഴും അനാരോഗ്യം വേട്ടയാടുന്ന ഈ പിണറായി വിജയൻ വീണ്ടും ഏങ്ങി വരികയാണ് കേരളീയരുടെ മുമ്പിലേക്ക്. എന്തൊരു ബാധയാണിത്, എന്തൊരു ശല്യമാണിത്. ഈ പൊതുശല്യത്തെ ഇല്ലാതാക്കാൻ എന്താണ് വഴിയെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ വീണ്ടും ഇതാ പിണറായി വിജയൻ കേരളീയരുടെ തലമണ്ടയ്ക്ക് വീണ്ടും വന്ന് വീണിരിക്കുന്നു. ഇങ്ങനെ ഒരു ബാധയെ എങ്ങനെ ഒഴിപ്പിക്കും എന്നുള്ള ചിന്തയിലാണ് CPM അണികൾ പോലും. ഇത്തവണ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, മറിച്ച് പിണറായി വിജയനോട് അങ്ങേയറ്റം എതിർപ്പുള്ള അല്ലെങ്കിൽ പിണറായി വിജയൻ വെറുപ്പിച്ച CPIM മെമ്പർമാർ, ആക്റ്റീവായിട്ടുള്ള പാർട്ടി കേഡർമാർ പോലും പിണറായി വിജയന് എതിരായി വോട്ട് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വാർഡിൽ പോലും വലിയ തോതിൽ തിരിച്ചടി ഏൽക്കേണ്ടി വന്നത്. കണ്ണൂർ ജില്ലയിൽ ആകമാനം CPIM തകർന്ന് തരിപ്പണമായി. നിരവധി സൈദ്ധാന്തിക ന്യായങ്ങൾ പാർട്ടി നേതൃത്വം വിശദീകരിക്കുന്നുണ്ട് എങ്കിലും പിണറായി വിജയനാണ് യഥാർത്ഥ പരാജയത്തിന്റെ കാരണമെന്ന് ആർക്കും പറയാൻ ധൈര്യമില്ല CPMൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയ സൈദ്ധാന്തിക ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും താങ്കളാണ്, പിണറായി വിജയനാണ്, ഈ നിൽക്കുന്ന ആളാണ് CPMനെ പ്രത്യേകിച്ച് LDFനെ തകർത്ത് തരിപ്പണമാക്കിയത് എന്ന് പറയാൻ ഇപ്പോഴും തൻ്റെ ഇടമുള്ള ഒരു നേതാവ് CPMൽ ഇല്ല എന്ന് മാത്രമല്ല, വീണ്ടും പിണറായി വിജയനെ ഇതാ പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് CPM നേതാക്കളെല്ലാം തന്നെ. അങ്ങനെ പറയുക മാത്രമല്ല, ഇതാ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. പിണറായി വിജയൻ എന്ന ബാധ വീണ്ടും കേരളീയന്റെ തലയിലേക്ക് വന്ന് ഇടുത്തി പോലെ വീണിരിക്കുകയാണ്. ഇനി 5 വർഷം കൂടി ഇയാളെ എങ്ങനെ സഹിക്കുമെന്നുള്ള ആശങ്കയിലാണ് കേരളം. പ്രത്യേകിച്ചും പിണറായി വിജയനോട് എതിർപ്പുള്ള CPM പ്രവർത്തകരടക്കം വീണ്ടും ഈ ബാധ ഒഴിയുന്നില്ലല്ലോ എന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. വെറും 35 സീറ്റിലേക്ക് LDF ഇത്തവണ ഒതുങ്ങി. അതിൽ വെറും 26 സീറ്റ് മാത്രമാണ് CPIMന് ലഭിച്ചത്. കഴിഞ്ഞ 10 വർഷമായി വൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരുന്ന CPIMന് വന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ 26 സീറ്റ് എന്ന് പറയുന്നത്. എന്നുമാത്രമല്ല, ഇന്ത്യയിൽ ഒരിടത്തും CPIM അധികാരത്തിൽ ഇല്ല എന്നുള്ളതും വാസ്തവമാണ്. പിണറായി വിജയൻ അല്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇത്തവണ കൂടി 3ാം പക്കവും CPIM തുടർഭരണം ഉറപ്പാക്കുമായിരുന്നു. പിണറായി വിജയന്റെ അങ്ങേയറ്റത്തെ വെറുപ്പിക്കലാണ് LDFന്റെ പതനത്തിനും CPIMന്റെ പതനത്തിനും കാരണമായിരിക്കുന്നത്. അങ്ങനെ പല ന്യായങ്ങൾ പറയാം. ശബരിമല പറയാം, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ അതിരുവിട്ട് സുഖിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ എതിരായി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ PK ശ്യാമളയുടെ അടക്കമുള്ള സ്ഥാനാർത്ഥിത്വമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ നിരവധി കാരണങ്ങൾ CPMന് നിരത്താനുണ്ട്. പക്ഷേ യഥാർത്ഥ കാരണഭൂതനാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടമുള്ള ഒരു നേതാവ് പോലും CPMൽ ഇന്ന് അവശേഷിക്കുന്നില്ല. അതാണ് വീണ്ടും ഈ ഒരു മാരണത്തെ കേരളത്തിന്റെ തലയിലേക്ക് വെച്ച് കെട്ടാനുള്ള കാരണം. പിണറായി വിജയന്റെ ദുർമുഖം വീണ്ടും 5 വർഷം കൂടി സഹിക്കേണ്ടി വരുമല്ലോ, കാണേണ്ടി വരുമല്ലോ, അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന് തലയിൽ കൈവച്ച് കുമ്പിട്ടിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.